ഇന്ന് നല്ലൊരു ബട്ടർ പനീർ മസാലയുടെ റെസിപ്പി കാണാം. നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ് ബട്ടർ പനീർ മസാല. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. ചപ്പാത്തി, നാൻ, റോട്ടിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ബട്ടർ പനീർ മസാല. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂക്ക് ബൈറ്റ്സ്. ഈ പനീർ കറി ഉണ്ടാക്കാൻ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ആദ്യം ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി 2 വലിയ സവാള തൊലിയൊക്കെ മാറ്റി ഇതുപോലെ റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കി 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ചോപ്പ് ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി, 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി സ്ലൈസ് ചെയ്ത് ചേർത്ത് സവാള സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കണം. ആ സമയം കൊണ്ട് 3 മീഡിയം സൈസിലുള്ള തക്കാളി റഫായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് വഴന്നു വന്ന സവാളയിലേക്ക് ചേർത്ത് കൂടെ ഒരു 8 കാഷ്യൂനട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. അടച്ചു വെച്ച് 10 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 നുള്ളു മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഈ തക്കാളിയുടെ മിക്സ് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായി അരഞ്ഞു കിട്ടാനായിട്ട് അല്പം വെള്ളം ഒഴിക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു പീസ് പട്ട, ഒരു ഏലക്കായ, ഒരു ബേ ലീഫ് ഈ മെൽട്ടായി വന്ന ബട്ടറിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വയ്ക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ടും കൂടെ ചേർത്ത് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി സവാള, തക്കാളി വഴറ്റി അരച്ച പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഒന്ന് ആദ്യം ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിക്കേണ്ടി വരും. ആദ്യം മിക്സിയുടെ ജാറ് കഴുകി 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് പാകത്തിനുള്ളൊരു ഗ്രേവി ആവുള്ളൂ. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഗ്രേവി നന്നായി തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പനീർ പീസ് ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതാണ് കസൂരി മേത്തിയുടെ ഫ്ലേവർ. ഉലുവയുടെ ഇല ഉണങ്ങിയത് 1/2 ടീസ്പൂൺ ഈ കസൂരി മേത്തി ഒന്ന് കയ്യിലിട്ട് തിരുമിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ പനീർ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ കറിയുടെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കഴിക്കാത്തവരാണെങ്കിൽ 1/2 ടീസ്പൂൺ തേൻ ചേർത്താൽ മതി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഗരം മസാലയുടെ ടേസ്റ്റ് കുറച്ച് കുറവാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തു. ഏറ്റവും ഫൈനലായിട്ട് 2 ടീസ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർക്കേണ്ടത്. ഫ്രഷ് ക്രീം ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്രഷ് ക്രീം കയ്യിലില്ലെങ്കിൽ 2 ചോയ്സാണ് ഉള്ളത്. നമ്മൾ പാലിൻ്റെ പാട ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് വിപ്പ് ചെയ്തിട്ട് 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാല് കാച്ചിയത് 2 ടീസ്പൂൺ ഒഴിച്ചാലും മതി. അവസാനം ഒരു ക്യൂബ് ബട്ടറും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു കറിയാണ്. ഇതിൽ ഇപ്പോൾ ഒരു കസൂരി മേത്തിയുടെ ചെറിയൊരു ഫ്ലേവറും മല്ലിയിലയും ബട്ടറിൻ്റെയൊക്കെ ഫ്ലേവർ ചേർന്ന് നല്ല യമ്മി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ കറിക്കുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്രഷ് ക്രീം വെച്ച് ഗാർണിഷ് ചെയ്ത് ഒരു ക്യൂബ് ബട്ടർ സെൻറ്ററിലിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ വെച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന നല്ലൊരു യമ്മി ആയിട്ടുള്ള കറിയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റാണ് ഈ കറി. ചപ്പാത്തിയുടെ കൂടെയും റോട്ടിയുടെ കൂടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. എനിക്ക് മാത്രമല്ല പൊതുവെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ബട്ടർ പനീർ മസാല. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക് യു.